ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈലാസ് ക്രിയേറ്റീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെറുനാരങ്ങ കറിയാണ്. അതിനായിട്ട് ഞാനൊരു 8 ചെറുനാരങ്ങ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇതൊന്ന് തൊലി കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. തൊലി അതിലൊട്ടും കാണരുത്, കയ്പ്പ് വരും. തൊലി മുഴുവനായി കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2-3 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില. ചെറുനാരങ്ങ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായി സ്റ്റവ് കത്തിച്ച് ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഇളം ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്കിതൊന്ന് ഇളം ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഇളം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതിനായിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് സിമ്മിലേക്കാക്കണം തീ, അല്ലെങ്കിൽ അത് വെള്ളം അങ്ങ് വറ്റിപ്പോകും. സിമ്മിലേക്കാക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് 1.5 സ്പൂൺ പഞ്ചസാരയും കൂടി ഇത് ചേർക്കുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. പഞ്ചസാര കൂടി ഇട്ടാൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക്. പഞ്ചസാരയും കൂടി ഇട്ട് സിമ്മിലിട്ട് വെക്കണം. അപ്പോഴത്തേക്ക് ഇത് റെഡിയായി വരും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർന്നു വെക്കാം. ഇത് വളരെ ടേസ്റ്റുള്ളൊരു നാരങ്ങ കറിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇത് കൂട്ടി ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.